കാമുകി കാമുകന്മാർ കിന്നരിക്കാൻ വരുന്നു പാർക്കിൽ. എല്ലാവരും സ്ട്രെസ് കുറയ്ക്കാൻ വരും ബീച്ചിൽ. അടികൈ. സണ്ണി, കവിത ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അടിപൊളി എന്നാ പറയേണ്ടത്, ആ എന്നല്ല. എടാ, എന്റെ കാല് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. കണ്ണ സാർ ചൊല്ലുന്ന കവിതകളിൽ വേദനയില്ലെങ്കിൽ എന്താ, നിന്റെ കാലിലെങ്കിലും വേദനയുണ്ടല്ലോ. ഞാൻ കാല് വേദനയോട് പൊളയുമ്പോ നീ അവിടെ കിടന്ന് ചിരിക്കുകയാണോ? ഓ, നിങ്ങൾ ഈ വഴക്കൊന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ വഴക്കിന് പോയില്ല കിറ്റി. ആ പറഞ്ഞത് ശരിയാ. സത്യത്തിൽ ഏറ്റുമുട്ടേണ്ടത് വീരന്മാർ തമ്മിലാ. അങ്ങനെ നോക്കുമ്പോ ഈ സണ്ണി എനിക്കൊരു എതിരാളിയല്ല. ഈ സണ്ണി എവിടെ കിടക്കുന്നു, ഈ ഞാൻ എവിടെ നിൽക്കുന്നു. ഞങ്ങൾക്കൊരു സംശയമല്ല പോപ്പട്ടെ. കുട്ടികളെ, ഞാൻ പറയുന്ന നിങ്ങൾ കേൾക്കണം. ഇനിയെങ്കിലും നിങ്ങൾ വഴക്ക് കൂടുന്നത് നിർത്തണം. നമ്മൾ ഒരുമിച്ച് ക്യാമ്പിങ്ങിന് വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് തന്നെ ചെയ്യണം. എല്ലാവരും വരൂ, നമുക്കൊരു അഡ്വഞ്ചറസ് ഗെയിം കളിച്ചാലോ? അതായത് ലുഡോ ആണോ? ലുഡോ അഡ്വഞ്ചറസ് ഗെയിം അല്ല വലിയ. ആ, എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാവർക്കും കൂടി കടലിന്റെ അടി പോയിട്ടേ സ്രാവുകളായിട്ട് ലുഡോ കളിച്ചാലോ? അതേതായാലും ശരിക്കും ഒരു അഡ്വഞ്ചർ തന്നെ ആയിരിക്കില്ലേ? പിള്ളേര്, മുഖകാന്തിക്ക് മഞ്ഞൾ മുഖത്ത് തേക്കാം. നിങ്ങൾ എല്ലാവരും സർഫിംഗ് ചെയ്യും. അപ്പോഴേക്കും ഞാൻ ക്യാമ്പ് ശരിയാക്കാം. അടികൈ. Wow, Khanna sir. Thank you. കേൾക്കൂ കുട്ടികളെ, ഗെയിം കൂടുതൽ രസകരമാക്കാൻ വേണ്ടി ഞാൻ ഈ ബോൾ വെള്ളത്തിലേക്ക് ഇടുകയാണ്. എത്ര നല്ല ഐഡിയ ആണ് മാഡം. നന്നായിട്ട് ആടി ഉലയുന്ന തിരയാണ്. അതിനു മുകളിൽ പാറി പറക്കും നമ്മൾ. അതോടൊപ്പം നമ്മളുടെ കൂടെ തെന്നി കളിക്കുന്ന ബോൾ. സംശയമുണ്ടോ? നോക്കാലോ, വെള്ളത്തിന്റെ മുകളിൽ ആര് ക്യാച്ച് എടുക്കുമെന്ന്. എടാ, ഈ ഗെയിം ഞാൻ 10 വരെ എണ്ണ മുമ്പ് ജയിച്ച് കാണിക്കാം. ഈ 10 വരെ എണ്ണുന്നതിന് മുമ്പ് ജയിച്ചാ ഞങ്ങൾ ഈ കളി 10, 20, 30, 40, 50 അങ്ങനെ 100 എണ്ണുന്നതിന് മുമ്പ് ജയിക്കും. സണ്ണി, ദാ ക്യാച്ച്. ഒന്നും ചെയ്യലേ, ഒന്നും ചെയ്യലേ. ഞാൻ പറഞ്ഞേക്ക്, എന്നെ വിട്ടേക്ക്. അയ്യോ, അത് രക്ഷിക്കണേ, രക്ഷിക്കേ. ബണി, ക്യാച്ച്. സണ്ണി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നൈസ് ഷോട്ട് കിറ്റി. താങ്ക് യു കിറ്റി, താങ്ക് യു വെരി മച്ച്. ഇനി ബീച്ചിൽ നിന്നും ആ ബോൾ ആരാ തിരിച്ചു കൊണ്ടുപോകുന്നെന്ന് നമുക്ക് നോക്കാം. എടാ, എന്നെക്കാളും വലിയ ബുദ്ധിമാൻ വേറെ ആരും തന്നെ ഇല്ല. മനസ്സിലായോ? ഞാൻ ബോൾ പിടിച്ചേ. കുട്ടികളെ, നല്ല രസമുണ്ടായിരുന്നോ? ഞങ്ങളുടെ അവസ്ഥ ശോകമായി പോയി. നിങ്ങൾ എല്ലാവരും ഗെയിം എൻജോയ് ചെയ്യാതെ ബോൾ തട്ടിപ്പറിക്കുന്നതിലല്ലേ ശ്രദ്ധിച്ചിരുന്നത്. സത്യത്തിൽ ഞാൻ ശരിക്കും ഗെയിം എൻജോയ് ചെയ്തു. ഓ, കിറ്റി പറയുന്നത് വളരെ ശരിയാണ്. ഗെയിം എൻജോയ് ചെയ്യുന്നതാണ് വളരെ പ്രധാനം. ഓക്കെ, മതി. ഇനി നമുക്ക് ക്യാമ്പിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം. എന്റെ അമ്മാവന്റെ മോളൊരു ഫ്രീക്കത്തിയാണ്. ഇനിയും നമ്മുടെ ടെന്റിന്റെ പണി ബാക്കിയാണ്. അടികൈ. ഇല്ല, കൈയടിക്കില്ല. കണ്ണ സാർ ജോലി പൂർത്തിയാക്കിയില്ലല്ലോ, പിന്നെ എന്തിനാ ഞങ്ങൾ വെറുതെ കൈയടിക്കുന്നേ? ഇനിയിപ്പോ എന്താണ് ചെയ്യുക? ആ, ഇവിടെ മലയുണ്ട്. എടാ, ഇവിടെ മല മാത്രമല്ല, വിശാലമായ കടലുമുണ്ട്. പക്ഷെ നിനക്ക് ബുദ്ധിയില്ലല്ലോ. നമുക്ക് മലമുകളിൽ നിന്ന് പാരാഗ്ലൈഡിംഗ് ചെയ്യാൻ പറ്റും. ആ, വരൂ, നമുക്ക് പാരാഗ്ലൈഡിംഗ് ചെയ്യാം.
പോപ്പട്ട് നീ എന്താ ഇതുവരെ സൂട്ട് ഇടാത്തത്? ഞാൻ പോപ്പട്ടാണ്. എനിക്ക് ഈ സ്യൂട്ടിന്റെ ഒന്നും ഒരാവശ്യമില്ല. സംശയമുണ്ടോ? ഇത് 8000 അടി മുകളിലാണ്. ഉം. ആ, അമ്മച്ചി, അയ്യോ. ആ. ഉം. ആ, ആ, ആ. ഓ, അയ്യോ. 2-3 സ്യൂട്ട് എക്സ്ട്രാ ഉണ്ടെങ്കിലേ അതും കൂടി എനിക്കിങ് എടുത്തു തന്നേക്ക്. ഇത്രയും ഹൈറ്റ് ഉള്ളത് കൊണ്ട് എന്റെ ചിറ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. കേൾക്കൂ, ഏറ്റവും മികച്ച പാരഗ്ലൈഡർ ആണെന്നുണ്ടെങ്കിൽ അയാൾ വേഗത്തിലും വളരെ സ്മൂത്ത് ആയിട്ടും ലാൻഡ് ചെയ്യും. കൊച്ചളിയ നമുക്ക് പാരച്യൂട്ട് ഇല്ലാണ്ട് താഴേക്ക് ചാടിയാലോ? അപ്പൊ പെട്ടെന്ന് ലാൻഡ് ആവില്ലേ? എന്താ അതൊരു നല്ല ഐഡിയ അല്ലേ? മാഡം സ്മൂത്ത് എന്നും പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഐഡിയ നിന്റെ കൈ തന്നെ വെച്ചാ മതി. നിങ്ങൾ 4 പേര് എത്തും മുമ്പ് ഞാൻ തന്നെ ലാൻഡ് ചെയ്യും. മാത്രമല്ല നല്ല വെണ്ണ പോലെ ഞാൻ തന്നെ സ്മൂത്ത് ആയിട്ട് ലാൻഡ് ചെയ്യും. സണ്ണിയെ തോൽപ്പിക്കാനാകില്ല മക്കളെ. എന്ത് വില കൊടുത്ത് ഞാൻ ഇതിൽ ജയിച്ചിരിക്കും. വലിയ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ തന്നെ ആ സണ്ണി എടുത്ത് ചാടി. വാ നമുക്കും പോകാം. ഓഹോ, വീണ്ടും തുടങ്ങി അവർ തമ്മിലുള്ള മത്സരം. ഇവിടെ ഭയങ്കര കാറ്റാണ്. എന്നാ പിന്നെ നിനക്ക് വേണ്ടി ആകാശത്ത് റെഗുലേറ്റർ കൊണ്ടുവയ്ക്കാം. അപ്പൊ പിന്നെ 5-ാം നമ്പറിൽ നിന്ന് 3-ാം നമ്പർ ആയിട്ട് കുറഞ്ഞോളും കാറ്റ്. കൂട്ടുകാരെ പാരച്ചൂട്ട് തുറക്ക്. പാരച്യൂട്ട് ഇപ്പൊ പമ്പരം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഐഡിയ, എല്ലാവരും കൈ പിടിക്ക്. എന്നിട്ട് സണ്ണിയിൽ നിന്ന് ലിഫ്റ്റ് അടിക്കാം. എല്ലാവരും ബാഗ് അടിക്കുക കൂട്ടുകാരെ. അയ്യോ, എന്താ പറ്റി? കയറല്ല കടിച്ചു മുറിക്കുക. എടാ, നിങ്ങളെന്നെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. കിറ്റിതേ ഇവിടെയുണ്ട്. അല്ല കിറ്റി, നീ എപ്പോഴാ താഴെ എത്തിയേ? ഞാൻ എത്ര സമയം താഴെ എത്തിയിട്ട് തെങ്ങിൽ നിന്ന് കരിക്ക വെട്ടി കുടിച്ചു, അതും 2 തവണ. അതിനർത്ഥം നമ്മൾ വീണ്ടും തോറ്റുപോയോ? എടാ, നിങ്ങൾ മത്സരിച്ചത് എന്റെ കൂടെയായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തോൽക്കുമായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെയാ തോറ്റത്? നിങ്ങൾ തമ്മിൽ മത്സരിച്ചു കൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ ഞാനാണെങ്കിൽ ആകാശത്തിന്റെ ഭംഗി ആസ്വദിച്ച് നേരെ താഴെ എത്തി. ഞാൻ രാവിലെ തൊട്ട് നിങ്ങളോട് പറയുന്നത് ഈ ക്യാമ്പ് എൻജോയ് ചെയ്യാനുള്ളതാണെന്ന്. ഇനി ഇങ്ങനെ മത്സരിക്കാതിരിക്കൂ. നീ പറഞ്ഞത് ശരിയാണ് കിറ്റി. സണ്ണിയോട് മത്സരിക്കുന്ന ഇടയില് ഞങ്ങൾക്ക് ഈ ഗെയിം ആസ്വദിക്കാനേ പറ്റിയില്ല. അയ്യോ, എല്ലാരും എന്നോട് ക്ഷമിക്കണം കൂട്ടുകാരെ. ഇറ്റ്സ് ഓക്കേ.
നീയും തിരിച്ച് സോറി പറ കഴുതേ. സോറി സണ്ണി. സിംഹമാണെന്നാ തോന്നുന്നത്. എന്റെ പിള്ളേരെ, ടെന്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സമയം വല്ലാതെ വൈകി പോയി. ആദ്യം ഖന്ന സാർ ഇത് പറ, ടെന്റിന്റെ പണി പൂർത്തിയായോ അതോ ഇല്ലേ? എന്റെ പോപ്പട്ടെ, പൂർത്തിയായി. ഓഹോ ഓ എന്താ ഇത്? ഞങ്ങൾ നിങ്ങളെ ആ മലയുടെ താഴെ അന്വേഷിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങൾ എല്ലാരും എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അത് പിന്നെ ഞങ്ങള് വായുവില് അഡ്വഞ്ചർ നടത്തുന്ന ത്രില്ലായിരുന്നു അല്ലേ? അതെ, ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു. അതാ ഇവിടെ എത്തിയത്.